ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അതായത് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും, നമ്മൾ പുറത്ത് പോയാൽ ഇവരെയും കൊണ്ടുപോകണം, ഇവർ പറന്നു പോകരുതെന്ന്. മിക്കവാറും ബേഡ്സ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പറന്നു പോകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് ഇവരെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാം? ചില വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഒരു സൈഡിൽ കൂടെ പറത്തി വിട്ടിട്ട് അവർ അപ്പുറത്തെ സൈഡ് വഴി കറങ്ങി റൗണ്ട് അടിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബേഡ്സ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകത്തില്ല. നമ്മൾ പറയുന്നത് മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. എങ്ങനെ അവരെ അങ്ങനെ ആക്കിയെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഹാൻഡ് ഫീഡിങ് കുഞ്ഞ് വലുതായിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതിനെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വരുന്നവരുടെ കാര്യം പറയാം. നിങ്ങൾ മേടിക്കാൻ പോകുമ്പം ഒരു ബ്രീഡറിൻ്റെ അടുത്ത് വന്ന് മേടിക്കാൻ മാക്സിമം ശ്രമിക്കണം. എങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. പിന്നെ മേടിക്കുക, ഒത്തിരി വലുപ്പമുള്ള ബേഡ്സിനെ മേടിക്കരുത്. ഫെദറൊക്കെ ഫുള്ളായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ബേഡ്സിനെ മേടിക്കാൻ ശ്രമിക്കരുത്. അത്യാവശ്യം കുഞ്ഞായിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ എടുക്കുക. അതായത് ഫെദർ അത്യാവശ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സ്റ്റേജിലുള്ള ബേഡ്സിനെ മേടിക്കാവുള്ളൂ. ഒരുപാട് പ്രായം കുറഞ്ഞും പോലെ എന്നാൽ കൂടിയും പോലെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിക്ക് എടുക്കുക. അതിന് ഞാൻ ഒരു ഇമേജ് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ രീതിക്ക് അങ്ങ് മേടിച്ചാൽ മതിയാവും. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പം ഇവരുടെ ഫെദർ ഇറങ്ങാൻ വേണ്ടി ഒരു ട്യൂബ് പോലെ ഇവരുടെ ദേഹത്തൂടെ ഫുള്ള് കാണും, ഈ തൂവലിൻ്റെ ഒരു കമ്പ് പോലെ. അത് ദേഹത്ത് എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് ഉറപ്പാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മുടെ ബേഡ്സിന് ഇങ്ങനെ ഫെദർ വരാത്ത സ്റ്റേജുകൾ വരും. അത് ചില ഒരേ ലൈനേജിലുള്ളവരെ ബ്രീഡ് ചെയ്താലും നമ്മുടെ കേജിന് വൃത്തിയില്ലാതെ വന്നാലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അസുഖങ്ങൾ വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേറെ ബേഡ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അത് ബാധിക്കും. പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. ഫുള്ളായിട്ട് അവരുടെ ഫെദർ ഫുള്ള് പോകും. അത് വലിയ ബേഡിൻ്റെ ആണെങ്കിലും ചെറിയ ബേഡിൻ്റെ ആണെങ്കിലും ഫുള്ളായിട്ട് പോകും. നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല, നമുക്ക് അവരെ വളർത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ പറക്കത്തൊന്നുമില്ലായിരിക്കും. മുഴുവൻ ഇവരുടെ ദേഹത്തെ ഫുള്ളായിട്ടുള്ള ഫെദറും പോകും. അതുകൊണ്ട് ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങണം. ഇവരുടെ ടെയിലിൻ്റെ ഭാഗത്തൊക്കെ അതിൻ്റെ ആ ട്യൂബ് ഉണ്ടോ എന്ന് നോക്കണം. ചിറകിൽ എല്ലാ ഭാഗത്തും ആ ട്യൂബ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് നോക്കാതെ ഒരു കാരണവശാലും ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ മേടിക്കല്ല്. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവരുടെ കൂട്ടിൽ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്തിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഇവരെ എടുത്ത് നമ്മൾ കൂട്ടിനകത്ത് വെക്കും. ആ സമയത്ത് ഇവർക്കൊരു ബൾബ് ഇട്ട് കൊടുക്കുക. ഒരു ചൂടിന് വേണ്ടി എപ്പോഴും ഒരു ബൾബ് അതിൻ്റെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു സ്റ്റേജ് ഇവരൊരു സെൽഫ് ഹീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ ഇട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും കറക്റ്റായിട്ട് ദഹിക്കത്തില്ല. ഈ പേരൻസിൻ്റെ ചൂടടിച്ചിട്ടാണ് ഈ ഫുഡെല്ലാം ദഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡുകൾ ബേഡ്സിന് കൊടുക്കരുത്. നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊന്നും ബേഡ്സിന് കൊടുക്കരുത്. അവർക്ക് കൊടുക്കാനായിട്ട് ഹാൻഡ് ഫീഡിങ് ഫോർമുലയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കൊടുക്കുക. അവർ സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ അത് മാത്രം കൊടുക്കുക. വേറെ ഫുഡുകളൊന്നും അവർക്ക് കൊടുക്കുകയോ ചെയ്യരുത്. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതവർക്ക് ദഹിക്കണമെന്നില്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഇവർക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അനക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അതായത് നമ്മുടെ വീടിൻ്റെ മെയിൻ ഹോളിലാണെങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതും വർത്തമാനം പറയുന്നതൊക്കെ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഫുഡ് കൊടുക്കുക. കുറച്ച് സമയം അവരുടെ കൂടെ തന്നെ ഇരിക്കുക. എന്നാലേ അവർ നമ്മളുമായിട്ട് അത്ര അടുപ്പത്തിലാകത്തുള്ളൂ. അതുമാത്രമല്ല, ഇവരുടെ കൂടും ഹാളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും ഒച്ച അനക്കമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിലൊരു പേടി എപ്പോഴും കാണും. അതങ്ങ് പൊക്കോളും. അപ്പം നമ്മളോടുള്ള പേടി കുറഞ്ഞ് കഴിയുമ്പോൾ അവർ നല്ല രീതിക്ക് നമ്മളോട് അടുക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ TV അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇവർ പേടിക്കാതിരിക്കും. സാധാരണ മിക്കവരും ചെയ്യുന്ന കാര്യം ഹാൻഡ് ഫീഡ് കൊടുക്കും, എടുത്ത് കൂടിനകത്ത് വെക്കും, എടുത്ത് ഏതെങ്കിലും ഒരു റൂമിൻ്റെ മുറിയിൽ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് വെക്കും. ഇവർ ആ സമയത്തൊക്കെ മിക്കവാറും ചെറുതായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളെടുത്ത് അങ്ങനെ അങ്ങ് വെക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇവർ അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ച് കഴിയുമ്പം പെരയ്ക്കകത്തൂടെ എല്ലാം നമ്മുടെ നടക്കും, ദേഹത്തൂടെ എല്ലാം കയറും. പക്ഷേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആൾ പുറത്ത് ചാടിപ്പോവും. പിന്നെ അവരെ കിട്ടത്തില്ല, അവർ പറന്നു പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ വീടിനുള്ളിൽ എല്ലാവരുമായിട്ട് ഒരു സൗണ്ടുള്ള ഏരിയയിൽ തന്നെ വെച്ച് ഇവരെ കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് നല്ല രീതിക്ക് ഇവരെ അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഹാൻഡ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരെ പുറത്തും കൊണ്ടുപോകണം. പുറത്ത് കൊണ്ടുപോയിട്ട് ഹാൻഡ് ഫീഡ് കൊടുക്കുക. പുറത്ത് ഇതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവരെ അങ്ങ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് വളർന്ന് നിൽക്കുന്ന സ്റ്റേജിൽ ഇവരുടെ ദേഹത്ത് ഇടാൻ വേണ്ടി ഒരു ബെൽറ്റ് കിട്ടും നമുക്ക്. അത് മേടിച്ചിട്ടുകൊണ്ടേ നമ്മൾ പുറത്ത് കൊണ്ടുപോകാവുള്ളൂ. അതിട്ടുകൊണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇവർ പറന്ന് പോകത്തില്ല. പറന്നാലും കുറച്ച് ദൂരം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അതിൻ്റെ വള്ളി ഇരിക്കുന്നതുകൊണ്ട് പോകത്തില്ല. അപ്പോൾ കുറേ ദിവസം അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ പോകത്തില്ല, അങ്ങനെ അങ്ങ് ഇരുന്നോളും. പിന്നെ നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഒരു ട്രീറ്റ് പോലെ സൺഫ്ലവറിൻ്റെ സീഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സീഡ് എടുത്തിട്ട് ഇവരെ വിളിച്ച് വരുത്തി ഇവർ നമ്മളെ കയ്യിൽ കറക്റ്റ് വരുന്ന സമയത്ത് ഒരു സീഡ് കറക്റ്റ് പൊട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ കൈ വന്നാലേ ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റൗണ്ട് അടുപ്പിച്ച് ഇവരെ പറപ്പിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പോകത്തില്ല, നമ്മൾ പറയുന്നത് കേൾക്കത്തുള്ളൂ. നമ്മൾ എങ്ങനെ അവരെ സ്നേഹിക്കുന്നോ, എങ്ങനെ അവരെ പഠിപ്പിക്കുന്നോ അതുപോലെ അവർ തിരിച്ച് പെരുമാറത്തുള്ളൂ. നമ്മൾ വീട്ടിനകത്ത് മാത്രം കൊണ്ട് വെച്ചിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്ത് ചാടിപ്പോവും. ചിലപ്പോൾ വിളിച്ചാൽ വരണമെന്ന് പോലുമില്ല. അതുമാത്രമല്ല, ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ വല്ല പരുന്തോ കാക്കയോ അങ്ങനെയുള്ള കിളികൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പിടിച്ച് കഴിക്കും ഇവരെ. അതുകൊണ്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകത്തില്ല. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ കൊണ്ടുപോകാനും പറ്റും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലുപ്പമുള്ള ബേഡാണ് ഇരിക്കുന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആ ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞിലെ തൊട്ടിടുവാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം വലുതായി കഴിയുമ്പോൾ ഇത് ഇടുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ ഒരു 5-6 ദിവസം ഇട്ട് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. പിന്നെ അവർ അത് നോക്കത്തില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോകുകയാണേലും ഇവർ നമ്മുടെ കയ്യിൽ പോകത്തില്ല, നല്ല രീതിക്ക് ഇരുന്നോളും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നോ അതുപോലെ അവർ നമ്മുടെ അടുത്ത് നിൽക്കത്തുള്ളൂ. അവരോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക, വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ അവരുടെ ചെവിയുടെ അവിടെ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുക, ചുണ്ടയിലൊക്കെ ചുമ്മാ ഒന്ന് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ബോളോ അങ്ങനെയുള്ള ടോയ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം. നമ്മൾ പറയുന്നതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് തിരിച്ച് പറയാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ചില ബേഡ്സൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയും കേട്ടോ. എൻ്റെ ഇവിടെ ഒരു കോക്ടെയിൽ ഉണ്ടായിരുന്നു. കോക്ടെയിൽ ചെറിയ ചെറിയ വാക്കൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചെറുതായിട്ടൊക്കെ അത് പറയും, നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് പറയത്തൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നാലേ അവർ നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് അടുക്കത്തുള്ളൂ, എന്നാലേ നമ്മൾ പറയുന്നത് കേൾക്കത്തുള്ളൂ. പിന്നെ എപ്പോൾ ട്രെയിൻ ചെയ്താലും എന്തെങ്കിലും ഒരു സീഡ് എടുത്ത് ഇവരെ കാണിച്ച് വിളിച്ച് വരുത്തിയേ പഠിപ്പിക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ഒരു പേരിടണം. ഒന്നെങ്കിൽ ഒരു പേരിട്ടിട്ട് വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വിസിലടിച്ചിട്ട് വിളിക്കുക. വിസിലടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു റൗണ്ടൊക്കെ ചുമ്മാ പറത്തി ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിലുണ്ടല്ലോ മേടിച്ചിട്ട്, നമ്മൾ വായിൽ വെച്ച് ഊതുന്ന വിസിൽ, അത് മേടിച്ചിട്ട് ഇവരെ പറത്തി വിട്ടിട്ട് വിസിലടിച്ചിട്ട് കറക്റ്റ് നമ്മുടെ കൈ വരുമ്പോൾ വേണം സീഡ് കൊടുക്കാൻ. കയ്യിൽ നിന്ന് മാറിയിരുന്നാലും അങ്ങനെ സീഡ് കൊടുക്കാതെ ചുമ്മാ ഒന്ന് തൂത്തൊക്കെ വിട്ടേക്കുക തലയിൽ. അത് കഴിയുമ്പോൾ ഒന്നുകൂടെ പറത്തി വിടുക. എന്നിട്ട് കറക്റ്റായിട്ട് വന്നിരിക്കുമ്പോൾ സീഡ് കൊടുത്തിട്ട് ഒരു ഗുഡ് ബോയ്ന്നോ അങ്ങനെ എന്തെങ്കിലും ഇവരൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇങ്ങനെ വന്നാലേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളെന്ന്. അതുമാത്രമല്ല, ഇങ്ങനെ വന്നാലേ നമുക്കത് ഇഷ്ടപ്പെടത്തുള്ളെന്ന് ഇവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് തന്നെ പഠിപ്പിക്കണം. ഒരു വിസിലടിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവർ അത്യാവശ്യം ദൂരത്തോട്ടൊക്കെ പറന്നു പോയാലും നമുക്ക് വിസിലടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേരൊക്കെ വിളിച്ചാൽ ഇവർ ഒത്തിരി ഹൈറ്റിലൊക്കെ പോയിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ വിളിച്ചാൽ വരത്തില്ല, അതുകൊണ്ട് കേൾക്കത്തില്ല, അതുകൊണ്ട് വരത്തില്ല. അതുകൊണ്ട് ഈ വിസിലടിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് എവിടെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ നാൾ കഴിയുമ്പം ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല എന്ന് നമുക്കൊരു ഉറപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇല്ലാതെ തന്നെ ഇവരെ പറത്തി വിടാൻ പറ്റും കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കറക്റ്റായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്നത് ബേഡ്സിനെ കുറിച്ചാണ്. അവരുടെ അസുഖങ്ങൾ, അവരെ എങ്ങനെ കെയർ ചെയ്ത് വളർത്താം, അവരുടെ ബ്രീഡിങ് ടിപ്സ്, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് വന്നിട്ട് മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരിക, നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.